ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച 8ാമത് കേന്ദ്ര ബഡ്ജറ്റ് ഇടത്തര, ചെറുകിട വ്യാപാര, കർഷക, വിദ്യാഭ്യാസ, ആരോഗ്യ, നിർമ്മാണ, ടൂറിസം മേഖലകൾക്കെല്ലാം ഗുണകരമാണ് എന്ന് മലബാർ ഡെവലപ്മെന്റ് കൗൺസിലിന്റെ നേതൃത്വത്തിൽ നടന്ന വിവിധ സംഘടനകളുടെ സംയുക്ത ബഡ്ജറ്റ് അവലോകന യോഗം വിലയിരുത്തി. പ്രതീക്ഷിച്ചതിലപ്പുറമുള്ള ആദായ നികുതി ഇളവ് യോഗം സ്വാഗതം ചെയ്തു. മുണ്ടക്കൈ, ചൂരൽമല, വിലങ്ങാട് ദുരന്തങ്ങളിൽ സർവസ്വവും നഷ്ടപ്പെട്ടവർക്ക് പദ്ധതികൾ പ്രഖ്യാപിക്കാത്തത് നിരാശാജനകമാണ്. നികുതി ഘടനാ മാറ്റവും അവശ്യ മരുന്നുകളുടെ നികുതി ഇളവും മുതിർന്നവർക്കുള്ള പരിഗണനകളും യോഗം സ്വാഗതം ചെയ്തു. സംസ്ഥാനത്തെ റെയിൽ വികസനത്തിന് കൂടുതൽ പദ്ധതികളും ട്രെയിനുകളും ഉണ്ടാകുമെന്ന് യോഗം പ്രതീക്ഷ പ്രകടിപ്പിച്ചു. കേരളത്തിന് അർഹമായ ആവശ്യങ്ങൾ MDC, കോൺഫെഡറേഷൻ ഓഫ് ഓൾ ഇന്ത്യ റെയിൽ യൂസേഴ്സ് അസോസിയേഷൻ ഉൾപ്പെടെയുള്ള സംഘടനകൾ യഥാസമയം നിവേദനം നൽകി കേന്ദ്ര സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നതായി MDC പ്രസിഡന്റ് ഷെവലിയർ CE ചാക്കുണ്ണി അധ്യക്ഷ പ്രസംഗത്തിൽ പറഞ്ഞു. MDC ഓഫീസിൽ ചേർന്ന യോഗത്തിൽ പ്രസിഡന്റ് ഷെവലിയർ CE ചാക്കുണ്ണി അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് MK അയ്യപ്പൻ MDC, PI അജയൻ ഉപഭോക്തൃ വിദ്യാഭ്യാസ സമിതി, MI അഷ്റഫ് സിറ്റി മർച്ചന്റ്സ് അസോസിയേഷൻ, CV ജോസി ഡിസ്ട്രിക്ട് മർച്ചന്റ്സ് അസോസിയേഷൻ, CC മനോജ് ഓൾ കേരള കൺസ്യൂമർ ഗുഡ്സ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷൻ, ശ്രീമതി ശ്രീകല മോഹൻ ആയുർവേദ സോപ്പ് മാനുഫാക്ചറേഴ്സ് അസോസിയേഷൻ, സൺഷൈൻ ഷൊർണൂർ, TP വാസു കോൺഫെഡറേഷൻ ഓഫ് ഓൾ ഇന്ത്യ റെയിൽ യൂസേഴ്സ് അസോസിയേഷൻ, ശ്രീരസ്, റൊണാൾഡ് JG തുടങ്ങിയവർ പങ്കെടുത്തു. മുൻകാലങ്ങളിലൊന്നുമില്ലാത്ത വലിയ പ്രതീക്ഷയിലാണ് നമ്മൾ കേന്ദ്ര ബഡ്ജറ്റിനെ കാത്തിരുന്നത്. അതിന് പ്രധാന കാരണം കേരളത്തിൻ്റെ ആവശ്യങ്ങൾ പൊതുവെയും മലബാറിനെ പ്രത്യേകിച്ചും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ധനമന്ത്രിയും റെയിൽവേ ചുമതലയുള്ള മന്ത്രി ശ്രീ അബ്ദുറഹ്മാനും മലബാർ ഡെവലപ്മെന്റ് കൗൺസിലും കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യ റെയിൽ യൂസേഴ്സ് അസോസിയേഷനും ജനപ്രതിനിധികളെല്ലാം കക്ഷി രാഷ്ട്രീയ അതീതമായി കേന്ദ്ര ധനമന്ത്രിയെയും കേന്ദ്ര സർക്കാരിനെയും യഥാസമയം ആവശ്യപ്പെട്ടിരുന്നു, അഭ്യർത്ഥിച്ചിരുന്നു. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഏറെ പ്രതീക്ഷ ഉണ്ടായത്. ആദായ നികുതിയുടെ കാര്യത്തിലെല്ലാം നമ്മൾ പ്രതീക്ഷിച്ചതിലപ്പുറമുള്ള ആനുകൂല്യങ്ങളാണ് ലഭിച്ചത്. മറ്റെല്ലാ മേഖലയിലും, കാർഷിക മേഖലയിലായാലും വിദ്യാഭ്യാസ മേഖലയിലായാലും ചെറുകിട വ്യാപാരികൾ ക്രെഡിറ്റ് കാർഡ് ഉൾപ്പെടെയുള്ള നിരവധി ആശ്വാസ പ്രഖ്യാപനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ കേരളത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, പ്രത്യേകിച്ച് മുഴുവൻ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടിയിട്ടില്ലെങ്കിലും കേരളത്തെ സംബന്ധിച്ച് പ്രത്യേകിച്ച് വയനാട്ടിലെ ആ മുണ്ടക്കൽ, ചൂരൽമല, വിലങ്ങാട് പ്രശ്നത്തിൽ ഒരു പ്രത്യേക പാക്കേജോ അങ്ങനെ യാതൊന്നും കിട്ടിയിട്ടില്ല. 26,000 കോടിയുടെ സഹായ അഭ്യർത്ഥന പാക്കേജ് ധനമന്ത്രി ആവശ്യപ്പെട്ടിരുന്നു. അതൊന്നും ലഭിച്ചില്ല എന്നതാണ് കേരളത്തെ സംബന്ധിച്ച് നിരാശപ്പെടുത്തിയത്. റെയിൽവേക്ക് മുമ്പ് പ്രത്യേക ബഡ്ജറ്റ് ഉണ്ടായിരുന്നു. ആ ബഡ്ജറ്റ് ഇല്ലാത്തതുകൊണ്ട് കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ടില്ല. പക്ഷെ റെയിൽവേയിൽ ഒരുപാട് ആനുകൂല്യങ്ങൾ നമുക്ക് ലഭിക്കുന്നു തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്.